ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലേറ്റ് അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഏരിയയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊരു ചോദ്യപേപ്പർ എടുത്ത് നോക്കിയാലും ഈ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷിൽ കാണാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 10ഓളം റൂൾസ് വരുന്ന ഒരു ഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ റൂളുകൾ ചർച്ച ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളത് പിക്ക് ചെയ്യണം. ഒന്നാമത്തെ റൂൾ ഇതാണ്. ഓക്സിലറി വേർബ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകണം. എന്താണ്? ഓക്സിലറി വേർബ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. രണ്ടാമത്തെ റൂള്, ഓക്സിലറി വെർബ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആവണം. അപ്പോൾ ഒന്നാമത്തെ റൂൾ ഇതാണ്. ഓക്സിലറി വെർബ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവും, ഓക്സിലറി വെർബ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തുമായിരിക്കണം? പോസിറ്റീവും ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഉദാഹരണം പറയുമ്പോൾ ക്ലിയർ ആയി മനസ്സിലാകും. ശ്രദ്ധിക്കുക. ഷീ ഈസ് റീഡിങ് എ നോവൽ. ഷീ ഈസ് റീഡിങ് എ നോവൽ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഷീ ഈസ് റീഡിങ് എ നോവൽ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന സമയത്ത് വളരെ വ്യക്തതയോട് ശ്രദ്ധിക്കുന്നാൽ മാത്രമേ എനിക്കത് ക്ലിയർ ആവുള്ളൂ. അപ്പം ഷീ ഈസ് റീഡിങ് എ നോവൽ എന്നുള്ള സ്ഥലത്ത് ആദ്യം നമ്മൾ എടുക്കേണ്ടത് എന്തിനെടുക്കണം? ഓക്സിലറി വെർബിന് എടുക്കണം. ഇതിലേതാണ് ഓക്സിലറി വെർബ്? ഈസ് ആണ് ഓക്സിലറി വെർബ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈസ്, ആം, ആറ്, വാസ്, വേറ്, വില്ല്, ഇങ്ങനെ ഒരുപാട് ഏകദേശം 24ഓളം ഓക്സിലറി വെർബ് നമ്മൾ ആദ്യം പഠിച്ചു. ആ ഓക്സിലറി വെർബിൽ അതുപോലെ ഇതിൽ മറ്റൊരു ഓക്സിലറി വെർബാണ് ഡു, ഡിഡൊക്കെ വരും. ഓക്കെ, ഡു, ഡിഡൊക്കെ ഓക്സിലറി വെർബിൽ ഉള്ളതാണ്. അതുകൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ഷീ ഈസ് റീഡിങ് എ നോവൽ. ഷീ ഈസ് റീഡിങ് എ നോവൽ എന്നുള്ള സ്ഥലത്ത് ഓക്സിലറി വെർബ് നമ്മൾ ആദ്യം എടുക്കും. അത് എടുക്കുക. അത് എടുത്തുകൊണ്ട് ആദ്യം നമ്മൾ ഡാഷിലെ സ്ഥലത്ത് ചെയ്ത ഈസ്. ഓക്കെ, ദെൻ ഇനി നോക്കേണ്ടത് നമുക്ക് തന്നിട്ടുള്ള ഈ സെൻറ്റൻസ് അത് പിന്നെ അതായത് ആ ഓക്സിലറി വെർബ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നോക്കേണ്ടത്. നെഗറ്റീവ് ആണെങ്കിൽ അതിലെന്തുണ്ടാകും? നോട്ട് എന്നുള്ളത് ഉണ്ടാവും. ഈ സെൻറ്റൻസിൽ നോട്ട് എന്നുള്ളത് ഉണ്ടാവും. ഇതിൽ നോട്ടുണ്ടോ? ഇല്ല. ഇതിൽ നോട്ടില്ലാത്ത സ്ഥിതിക്ക് എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്? എന്താണ്? പോസിറ്റീവാണ്. അതായത് അല്ല എന്നർത്ഥം വരുന്ന പദങ്ങളായിട്ടുള്ളത് ഉണ്ടാകും. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? പോസിറ്റീവാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ പോസിറ്റീവ് ആയാൽ നമ്മൾ എന്താ ആക്കണം? നമ്മൾ അതിനെ നെഗറ്റീവ് ആക്കണം. അത് നമ്മൾ പറഞ്ഞ ഓക്സിലറി വെർബ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുക? ഒരു നോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഈസ് നോട്ട്. ഇനി നമ്മൾ എഴുതേണ്ടത്, ഇനി നമ്മൾ സബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്. സബ്ജക്റ്റ് ഇതാണ്, ഷീ എന്നുള്ളതാണ് ഇതിൽ സബ്ജക്റ്റ്. ആ ഷീയെ അതുപോലെ എടുത്തങ്ങോട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഷീ. ഓക്കെ, അപ്പം ഷീ ഈസ് റീഡിങ് എ നോവൽ ഈസ് നോട്ട് ഷീ എന്നാണ് വരിക. ഇനി അതിനെ ചുരുക്കി നമുക്ക് ഇങ്ങനെ എഴുതുക? ഈസിൻ്റെ ഷീ എന്ന് എഴുതാം. അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ അധികം കാണാം. ചുരുക്കിയായിരിക്കും എഴുതുക. എന്ത്? ഈസിൻ്റെ ഷീ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ആദ്യം നോക്കേണ്ടത് ഓക്സിലറി വെർബ് നോക്കുക. ആ ഓക്സിലറി വെർബിനെ നേരെ എടുത്ത് എഴുതുക. പിന്നെ അത് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ നെഗറ്റീവ് ആക്കണം. നെഗറ്റീവ് ആക്കാൻ നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ആദ്യം ഓൾറെഡി എന്താണ്? പിന്നെ നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ എന്താക്കണ്ട? നെഗറ്റീവ് ആക്കണ്ട, അത് പോസിറ്റീവ് ആക്കേണ്ടത്. പോസിറ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ നോട്ട് എഴുതണ്ട, ഈസ് മാത്രം എഴുതിയാൽ മതി എന്നാണ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക? സബ്ജക്റ്റ് എഴുതുക. സബ്ജക്റ്റ് എന്താണോ ആദ്യമുള്ളത് അത് അതുപോലെ എഴുതുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? ദെൻ അടുത്തൊരു ഉദാഹരണം നോക്കൂ. ഷീ ഈസ് നോട്ട് റീഡിങ് എ നോവൽ. ഷീ ഈസ് നോട്ട് റീഡിങ് എ നോവൽ അല്ലേ? അവളൊരു നോവൽ വായിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ഓക്സിലറി വെർബാണ് എടുക്കേണ്ടത്. ഓക്സിലറി വെർബ് ഏതാണ്? ഈസ്. അതിനെ എഴുതുക. ഓക്കെ, ദെൻ ഇനി പിന്നെ സെൻറ്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ നോക്കണം. ഇവിടെ നോട്ടുണ്ട്, അപ്പോൾ അത് നെഗറ്റീവാണ്. നെഗറ്റീവ് ആകുമ്പോൾ എന്താണ് ആക്കേണ്ടത്? ടാഗിനെ പോസിറ്റീവാണ് ആക്കേണ്ടത്. ടാഗിനെ പോസിറ്റീവ് ആക്കണം. ടാഗിനെ പോസിറ്റീവ് ആക്കാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഈസ് മാത്രം എഴുതിയാൽ മതി. അവിടെ നോട്ട് കൂട്ടാഞ്ഞാൽ മതി. ഓക്കെ, ദെൻ ഇനി സബ്ജക്റ്റ് ചെയ്ത സബ്ജക്റ്റ് എന്താണ്? ഷീ എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ? ഈസ് ഷീ എന്ന് എഴുതാം. ഓക്കെ, ഈസ് ഷീ. ക്ലിയർ ആയോ? ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ടാവും, ചോദ്യത്തിൽ ഓൾറെഡി ഉണ്ടാവും. ഓക്കെ, അപ്പം അതാണ് പിന്നെ എന്ത്? നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദെൻ അടുത്ത് നോക്കൂ. ഐ ക്യാൻ വിൻ ദ മാച്ച്. ഐ ക്യാൻ വിൻ ദ മാച്ച്. എനിക്ക് മാച്ച് ജയിക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓക്സിലറി വെർബായ ക്യാൻ പുറത്തേക്ക് എടുക്കുക. ക്യാൻ. ഓക്കെ, ദെൻ ഇനി ഈ സെൻറ്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ എന്ന് നോക്കണം. ഈ സെൻറ്റൻസ് എന്താണ്? നെഗറ്റീവ് ആണോ? കാരണം ഇതിൽ എന്തില്ല? നോട്ടില്ല. അതുകൊണ്ട് നെഗറ്റീവ് അല്ല. എന്താണ്? പോസിറ്റീവാണ്. പോസിറ്റീവായി കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്താക്കണം? അതിനെ നെഗറ്റീവ് ആക്കണം. എന്ത് ചേർത്ത് കൊടുക്കുക? നോട്ട് ചേർത്ത് കൊടുക്കുക നെഗറ്റീവ് ആക്കാൻ. എന്നിട്ട് സബ്ജക്റ്റ് ഏതാണ്? ഐ അല്ലേ? ഐ അതുപോലെ എഴുതുക. ഓക്കെ, ഇനി അതിനെ ചുരുക്കിയാൽ നമുക്ക് എന്ത് ചെയ്താൽ? ക്യാൻഡ് ഐ എന്ന് നമുക്ക് എഴുതാം. ക്യാൻഡ് ഐ. ഓക്കെ, ക്യാൻഡ് ഐ. അപ്പം ഐ ക്യാൻ വിൻ ദ മാച്ച്. കനോട്ട് ഐ, അത് നമുക്ക് എന്ത് ചെയ്താം? ക്യാൻറ്റ് ഐ എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ദെൻ അടുത്ത് നോക്കൂ.
ഐ ആം ഹാപ്പി. ഐ ആം ഹാപ്പി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് ശ്രദ്ധിക്കട്ടോ. ഐ ആം ഹാപ്പി ഡാഷ്. ഇപ്പം പല ആളുകളും ചിലപ്പം ആം ഐ എന്ന് കൊടുക്കാറുണ്ട് അല്ലേ, ആം ഐ എന്ന് കൊടുക്കാറുണ്ട്. അത് തെറ്റാണ്. ആം ഐ എന്ന് കൊടുക്കാൻ പാടില്ല, അത് തെറ്റാണ്. ശ്രദ്ധിക്കുക, ആം വന്ന് കഴിഞ്ഞാൽ, അയാം എന്ന് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ടാഗ് ഏതാണ്? അത് നേരെ കാണാതെ പഠിച്ചു വെക്കുക. എന്താണ്? ആറിൻ്റെ ഐ എന്നാണ്. അത് ആർ നോട്ട് ഐ, അതിന് ചുരുക്കി പറഞ്ഞതാണ് ആറിൻ്റെ ഐ. എന്താ ഉപയോഗിക്കേണ്ടത്? നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, അയാം വന്ന് കഴിഞ്ഞാൽ ശേഷം ഉപയോഗിക്കേണ്ട ടാഗ് എന്താണ്? ആറിൻ്റെ ഐ എന്നാണ്. ഓക്കെ, അത് അതുപോലെ പഠിച്ചു വെക്കുക. അല്ലാതെ എന്ത് ഉപയോഗിക്കൂല? പിന്നെ ആം ഐ എന്ന് ഉപയോഗിക്കൂല, അല്ലെങ്കിൽ ആം നോട്ട് ഐ എന്ന് ഉപയോഗിക്കൂല. അത് ക്ലിയർ ആക്കുക അവിടെ. ഓക്കെ, ദെൻ ഇനി പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഐ ആം നോട്ട് ഹാപ്പി. ഞാൻ ഹാപ്പി അല്ല, സന്തോഷവാനല്ല എന്നാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ സാധാ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മൾ സാധാ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ആദ്യം ഓക്സിലറി വെർബ് ചെയ്ത, ഓക്സിലറി വെർബ് ആം എടുത്ത് എഴുതി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ കൊടുക്കേണ്ടത് പോസിറ്റീവോ നെഗറ്റീവോ നോക്കണം. ഇത് നെഗറ്റീവാണ്, നോട്ട് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എന്താക്കേണ്ടത്? ഇതിനെ പോസിറ്റീവാണ് ആക്കേണ്ടത്. പോസിറ്റീവ് ആക്കാൻ ഒന്നുമില്ല, ആ ആം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ദെൻ ഇനി സബ്ജക്റ്റ് ചെയ്താൽ ഐ എന്ന് എഴുതുക, എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ എന്താണ്? ആം ഐ എന്നാണ് പറയുന്നത്. അപ്പം ഐ ആം നോട്ട് ഹാപ്പി എന്നുള്ളതിൻ്റെ ആം ഐ എന്നാണ്. എന്നാൽ ഐ ആം ഹാപ്പി എന്നാണെങ്കിൽ എന്താണ്? ആറിൻ്റെ ഐ എന്നാണ്. ഓക്കെ, അത് മാറിപ്പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ റൂളാണ്. ഓൾറെഡി ഇപ്പോൾ 2 റൂൾ പറഞ്ഞു. മൂന്നാമത്തെ റൂളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2 റൂൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്സിലറി വെർബ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവും, അതുപോലെ തന്നെ നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അതിൽ വന്നിട്ടുള്ള സംഗതികളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആം വന്നു കഴിഞ്ഞാൽ, അയാം എന്ന് വന്നു കഴിഞ്ഞാൽ ആറിൻ്റെ ഐ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതേസമയം ഐ ആം നോട്ട് ആണെങ്കിൽ എന്താണ്? സാധാ രീതി നമ്മൾ ഉപയോഗിക്കുന്ന ആം ഐ എന്ന് തന്നെയാണ് വേണ്ടത്. ക്ലിയർ ആക്കുക. ഇനി പറയുന്നത് ശ്രദ്ധിക്കുക, ഒരു ടാഗ് അവസാനിപ്പിക്കേണ്ടത്, നിങ്ങൾ മൂന്നാമത്തെ റൂൾ എഴുതി വെക്കണം. ടാഗ് അവസാനിപ്പിക്കേണ്ടത് ഐ യു ദേ വി, അയ്യോ ദേവി, അതുപോലെ തന്നെ ഹി ഷി ഇറ്റ്, ഇതിലാണ് ടാഗ് അവസാനിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ക്ലിയർ ആയോ? ഐ യു ദേ വി ഷി ഹി ഇറ്റ്, അല്ലെങ്കിൽ ഹി ഷി ഇറ്റ്, ഇതിലാണ് ഒരു ടാഗ് അവസാനിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ എപ്പോൾ എവിടെ അവസാനിപ്പിക്കുന്നത് ക്ലിയർ ആയി നോക്കുക. ആദ്യത്തെ ഉദാഹരണം നോക്കുക. എ കാറ്റ് ഈസ് റണ്ണിങ് ടുവാർഡ്സ് ദ ഗേറ്റ് അല്ലേ? എ കാറ്റ് ഈസ് റണ്ണിങ് ടുവാർഡ്സ് ദ ഗേറ്റ്. ഒരു പിന്നെ കാറ്റ് എന്ത് ചെയ്തു? പിന്നെ ഗേറ്റിൻ്റെ അടുത്തേക്ക് ഓടി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കൊടുക്കണം? ആദ്യം നമ്മൾ ഇതിലെ ടാഗ് കൊടുക്കുന്നതിന് ഓക്സിലറി വെർബ് എടുക്കുക. ഏതാണ് ഓക്സിലറി വെർബ്? ഈസ് ആണ്. അപ്പം ഈസ് എന്ന് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണ്ടേ? ഈ സെന്റൻസിൽ നോട്ട് ഇല്ല, അതുകൊണ്ട് നമുക്ക് മനസ്സിലായത് എന്താണ്? ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പം നമ്മൾ അതിന് എന്താക്കണം? നെഗറ്റീവ് ആക്കണം. അവിടെ എന്ത് കൊടുക്കുക? നോട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം ഈസ് നോട്ട്. ഇനിയുള്ളത് സബ്ജക്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ സബ്ജക്റ്റ് ദ കാറ്റ് എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഓക്കെ, കാറ്റ് എന്നുള്ളതാണ് സബ്ജക്റ്റ്. അപ്പം നമുക്ക് നേരെ കാറ്റ് എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് എന്തിനു പറ്റില്ല? കാറ്റ് എന്ന് അവിടെ കൊടുക്കാൻ പറ്റില്ല. ശ്രദ്ധിക്കുക, ഇനി ഞാൻ പറഞ്ഞ നിയമം അവിടെ എഴുതി വെക്കുക. ഇവിടെ കാറ്റ് എന്നുള്ളതാണ്. ഒരു മൃഗമാണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ടാഗ് എന്താണ്? ഇറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈസ് നോട്ട് ഇറ്റ് എന്ന് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈസിൻറ്റ് ഇറ്റ് എന്ന് ഉപയോഗിക്കും. ഈസിൻറ്റ് ഇറ്റ്. ഓക്കെ, അപ്പം ഈ നിയമം ഞാൻ പറയുന്ന ഒരു 4-5 നിയമങ്ങൾ അവിടെ താഴെ എഴുതി വെക്കുക നിങ്ങൾ. ഒരു മൃഗമാണെങ്കിൽ നമ്മൾ എന്താണ് അവിടെ ഉപയോഗിക്കുക? ഇറ്റ് എന്നാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒരു കുഞ്ഞാണെങ്കിൽ, ഒരു ബേബി ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? അവിടെ എന്താ ഉപയോഗിക്കുക? നമ്മൾ ഇറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഒരു കുഞ്ഞാണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഇറ്റ് ആണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇനി ഒരു ആണിന്റെ പേരാണെങ്കിൽ, രാഘവൻ എന്നോ രാമു എന്നോ രാജു എന്നൊക്കെ ആണെങ്കിൽ ഈ കാറ്റിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹി എന്ന് ഉപയോഗിക്കും. ഒരു പെണ്ണിന്റെ പേരാണെങ്കിൽ ഷീല എന്നോ അല്ലെങ്കിൽ പിന്നെ അശ്വതി എന്നോ അങ്ങനത്തെ പേരൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കും? ഷീ ഉപയോഗിക്കും. ദെൻ ഒന്നിൽ കൂടുതൽ ആര് വന്നാൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ദേ ഉപയോഗിക്കും. ഒന്നിൽ കൂടുതൽ ചിൽഡ്രൻ, സ്റ്റുഡൻസ് ഇങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കുക? അവിടെ ദേ എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ആ റൂൾ അവിടെ എഴുതിയൊക്കെ ഒന്ന് ഒരു മൃഗമാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു കുഞ്ഞാണെങ്കിൽ, ബേബി ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇറ്റാണ് നമ്മൾ ടാഗ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആര് വന്നാലും, ആളുകൾ, കുട്ടികൾ, പിന്നെ ചിൽഡ്രൻ, സ്റ്റുഡൻസ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കും? ദേ ആണ് ടാഗ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഒരു ആണിന്റെ പേരാണ് തുടക്കത്തിൽ വരുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹി ഉപയോഗിക്കും. അതേപോലെ ഒരു പെണ്ണിന്റെ പേരാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഷീ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നത് ഒരു മൃഗത്തിന്റെ പേരാണ്, അതുകൊണ്ടാണ് നമ്മൾ ടാഗ് അവസാനം എന്ത് ഉപയോഗിച്ചത്? ഇറ്റ് ഉപയോഗിച്ചത്. ഓക്കെ,
then ഇനി അടുത്ത ഉദാഹരണം നോക്കൂ. സം ബുക്സ് അല്ലെ, സം ബുക്സ് ആർ മിസ്സിങ്, സം ബുക്സ് ആർ മിസ്സിങ് അല്ലെ, കുറച്ച് ബുക്സുകൾ എന്താണ് മിക്സ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം, ടാഗ് എടുക്കുക, പിന്നെ ഓക്സിലറി വെർബ് എടുക്കുക. ഓക്സിലറി വെർബ് ഏതാണ്? ആറാണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. അപ്പോൾ അത് എഴുതുക 6. ഓക്കെ, 6 ഓക്സിലറി വെർബ് നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. ഈ സെന്റൻസ് പോസിറ്റീവ് നെഗറ്റീവോ, ഇതിൽ നോട്ട് ഉണ്ടോ? ഇല്ല, ഇത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്താക്കണം, സെന്റൻസിനെ നെഗറ്റീവ് ആക്കണം. അപ്പോൾ നോട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കേണ്ട സബ്ജക്റ്റ് ആണ് കൊടുക്കേണ്ടത്. സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, സം ബുക്സ് എന്നാണ് പറഞ്ഞത് അല്ലേ, അതായത് ഒന്നിൽ കൂടുതൽ ഉണ്ട്. ഒന്നിൽ കൂടുതലുള്ള ഇനി മൃഗങ്ങളാകട്ടെ മനുഷ്യനാകട്ടെ വസ്തുക്കളാകട്ടെ എന്ത് വന്നാലും നമ്മൾ ഉപയോഗിക്കേണ്ട ടാഗ് എന്താ ഞാൻ പറഞ്ഞു, ദേ ആണ് ഉപയോഗിക്കേണ്ടത്. ബുക്സ് എന്ന് പറയുമ്പോൾ ഒരുപാടില്ലേ, സം ബുക്സ് എന്ന് പറയുമ്പോൾ ഒരുപാടില്ലേ, സം ബുക്സ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? ദേ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അവസാനം ദേ ഉപയോഗിക്കും. അപ്പം ആർ നോട്ട് ദേ, സം ബുക്സ് ആർ മിസ്സിങ് ആർ നോട്ട് ദേ, അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ആറിൻ്റെ ദേ, ആറിൻ്റെ ദേ എന്നായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികം കാണാം. ഓക്കെ, ആറിൻ്റെ ദേ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഒരുപാട് പിന്നെ വസ്തുക്കൾ വന്നു. അത് എന്തായാലും പിന്നെ മനുഷ്യനായാലും മൃഗമായാലും എന്ത് സാധനമായാലും പിന്നെ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്, ദേ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ദെൻ അടുത്ത നോക്കൂ, മൈ പാരൻസ് ഹാവ് വിസിറ്റഡ് അമേരിക്ക ഡാഷ്, മൈ പാരൻസ് ഹാവ് വിസിറ്റഡ് അമേരിക്ക ഡാഷ്, കോമ ഉണ്ട് കേട്ടോ, അവിടെ കോമ വരും. എൻ്റെ പാരൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ അമേരിക്ക വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ഓക്സിലറി വെർബ് എടുക്കുക. ഏതാണ്? ഹാവ് അല്ലെ, ഹാവ് എന്നുള്ള ഓക്സിലറി വെർബ് നമ്മൾ എഴുതി. ഇത് ശ്രദ്ധിക്കേണ്ടത് ഈ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. ഈ സെന്റൻസ് എന്തായാലും എന്താണ്, പിന്നെ ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്, കാരണം നോട്ട് എന്നുള്ള നെഗറ്റീവ് ഒന്നും അതില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുക, നോട്ട് കൊടുക്കുക, അതിന് നെഗറ്റീവ് ആക്കുക, നോട്ട് കൊടുത്തു. ഇനി നമ്മൾ സെന്റൻസ് നോക്കുക, പാരൻസ് എന്നാണ് പറഞ്ഞത്. സബ്ജക്റ്റ് നോക്കുക, സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് എന്താ പറഞ്ഞത്? പാരൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞു അത് വസ്തുക്കളാകട്ടെ മനുഷ്യരാകട്ടെ ജന്തുക്കളാകട്ടെ മൃഗങ്ങൾ എന്തോ ആട്ടെ. അപ്പം നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? ദേ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? ദേ ഉപയോഗിക്കും. അപ്പം മൈ പാരൻസ് ഹാവ് വിസിറ്റഡ് അമേരിക്ക, ഹാവ് നോട്ട് ദേ, ചുരുക്കി പറയുകയാണെങ്കിൽ ഹാവൻറ്റ് ദേ എന്ന് പറയും. ഹാവൻറ്റ് ദേ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഹാവ് നോട്ട് ദേൻ്റെ ചുരുക്ക രൂപമാണ് ഹാവൻറ്റ് ദേ എന്ന് ഉള്ളത്. ക്ലിയർ ആയില്ലേ? ദെൻ അടുത്ത നോക്കൂ, എ ബേബി ഈസ് ക്രൈയിങ് ഡാഷ്, ഒരു കുട്ടി ഇവിടെ ഇവനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ടാഗ് കൊടുക്കുമ്പോൾ ആദ്യം എന്ത് കൊടുക്കും? ഈസ് എന്നുള്ള ഓക്സിലറി വെർബ് കൊടുത്ത്. ഇനി ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുന്നത്. എന്താണ്? പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നെഗറ്റീവ് ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചേർത്തു? നോട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ എന്താണ് ചെയ്യുക? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബേബി എന്നുള്ളതാണ് അവിടെ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് എഴുതണം. അപ്പം ഞാൻ പറഞ്ഞു ബേബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഇറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇറ്റ് എന്ന് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം എ ബേബി ഈസ് ക്രൈയിങ് ഈസ് നോട്ട് ഇറ്റ്, അതായത് ഈസിൻറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിൻ്റെ മൂന്നാമത്തെ റൂള് നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ നാലാമത്തെ നിയമമാണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റയർലി, ബയർലി, അതുപോലെ തന്നെ സെൽഡം, നെവർ. ഓക്കെ, ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റയർലി, ബയർലി, സെൽഡം, നെവർ. ഇത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് നെഗറ്റീവ് സെൻറ്റൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ഇത് ഏതിനെ സൂചിപ്പിക്കുന്നതാണ്? ഇതൊരു സെൻറ്റൻസിലുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആ സെൻറ്റൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, നോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ സെൻറ്റൻസിനെ തിരിച്ചറിഞ്ഞത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ തിരിച്ചറിഞ്ഞത് നോട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ ചില സെൻറ്റൻസിൽ എന്തുണ്ടാവില്ല? നോട്ട് ഉണ്ടാവില്ല. അതിന് പകരം ഉണ്ടായിരിക്കുക ഫ്യൂ എന്നോ ലിറ്റിൽ എന്നോ ഹാർഡ്ലി എന്നോ സ്കേഴ്സ്ലി എന്നോ റയർലി എന്നോ ബയർലി എന്നോ സെൽഡം എന്നോ നെവർ എന്നോ ആണോ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫ്യൂ എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ്. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. ഓക്കെ, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. ഓക്കെ, അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ ഈ സെൻറ്റൻസ് അത് മാറിപ്പോകരുത്. ഫ്യൂ അതുപോലെ തന്നെ ലിറ്റിൽ, എ ഫ്യൂ, എ ലിറ്റിൽ മാറ്റമുണ്ട് അല്ലേ. എ എന്ന് കൂടുമ്പോൾ ആ സെൻറ്റൻസ് എന്താവും? പോസിറ്റീവ് ആവും. അതേസമയം എ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വേർഡ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും ആ സെൻറ്റൻസ് എന്നത് ഓർക്കുക. അത് ഉദാഹരണം ശ്രദ്ധിക്കൂ. ഐ ക്യാൻ ഹാർഡ്ലി റിമെമ്പർ ഹിം. എനിക്ക് അവനെ ശരിക്ക് ഓർമ്മ ലഭിക്കുന്നില്ല, ഓർക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ്? ഇതിൽ എന്തുണ്ട്?
ഹാർഡ്ലി എന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, നമ്മൾ അതിന്റെ ടാഗ് തയ്യാറാക്കണം. ആദ്യം നമ്മൾ ഇതെന്താണ്? ഓക്സിലറി വെർബായ ക്യാൻ നമ്മൾ എടുത്ത് എഴുതി, ക്യാൻ എന്നുള്ളത് എഴുതി. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കേണ്ടത് ആ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കേണ്ടത്. നമുക്കിവിടെ മനസ്സിലായി ഹാർഡ്ലി എന്നുള്ളത് കൊണ്ട് തന്നെ ആ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആണ് ആക്കേണ്ടത്. പോസിറ്റീവ് ആക്കാൻ ഒന്നും ചെയ്യേണ്ട, ആ ക്യാൻ എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി, അതിന്റെ കൂടെ നോട്ട് ചേർക്കാഞ്ഞാൽ മതി. ഓക്കെ, ദെൻ ഇനി സബ്ജക്റ്റ് ചെയ്തണം. സബ്ജക്റ്റ് ചെയ്താണ് ഐ ആണ്. ഐ ഇട്ട് കൊടുക്കുക, ഐ. ഓക്കെ, അപ്പോൾ എന്തായി? Can I? Okay, I can hardly remember him. Can I? Okay, clear ആയില്ലേ? Then അടുത്ത നോക്കൂ, രണ്ടാമത്തെ നോക്കൂ. He has never come. Okay, രണ്ട് കം വന്നിട്ടുണ്ട്, ഒന്നേ ഉള്ളൂ കേട്ടോ. He has never come here before. ഇതൊക്കെ മുൻകാല ചോദ്യങ്ങളും കൂടിയാണ്, ശ്രദ്ധിക്കണം. He has never come here before. അല്ലേ, ഇതിന്റെ മുമ്പ് പിന്നെ അവൻ ഇവിടെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ഇതിനെ നോക്കണം. ഓക്സിലറി വെർബ് എടുക്കുക, ഹാസ് ആണ്, അത് എഴുതുക, ഹാസ് എഴുതി. പിന്നെ ശ്രദ്ധിക്കുക, പിന്നെ ഈ സെന്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ നോക്കണം. ഈ സെന്റൻസ് എന്താണ്? ഈ നെവർ എന്ന് വന്നത് കൊണ്ട് തന്നെ ഇതെന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ടാഗ് പോസിറ്റീവ് ഒന്നും ചെയ്യേണ്ട, ഞാൻ പറഞ്ഞു. ആ ഹാസ് അതുപോലെ എഴുതിയാൽ മതി. ഇനി സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് ഏതാണ്? ഹി ആണ്. അത് അതുപോലെ എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ എന്താണ്? ഹി എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം ഹാസ് ഹി എന്ന് വരും. അപ്പം ഹി ഹാസ് നെവർ കം ഹിയർ ബിഫോർ. ഹാസ് ഹി? ദെൻ അടുത്ത ഉദാഹരണം നോക്കൂ. There is little water in the well. There is little water in the well. കിണറിൽ വെള്ളം ഇല്ല എന്നർത്ഥം. അതേസമയം there is a little water എന്നാണ് വെള്ളം ഉണ്ട് എന്നർത്ഥം. കേട്ടെ? ഓക്കെ, ക്ലിയർ ആയില്ല? അപ്പോൾ എന്താണ്? There is little water in the well. കിണറിൽ എന്തില്ല? വെള്ളമില്ല എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ടാഗ് ചെയ്യണം. ആദ്യം ഇതിന്റെ ഓക്സിലറി വെർബ് എടുക്കാം. ഓക്സിലറി വെർബ് ഏതാണ്? ഈസ് എന്നുള്ള ഓക്സിലറി വെർബ് നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി സെന്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ നോക്കണം. ഈ സെന്റൻസ് നോക്കാൻ നമുക്ക് ലിറ്റിൽ എന്ന് വന്നത് കൊണ്ട് തന്നെ ഈ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ അതിന് എന്താക്കണം? പോസിറ്റീവ് ആക്കണം. പോസിറ്റീവ് ആക്കണം, ഒന്നും ചെയ്യേണ്ട. ആ ഈസ് എന്നുള്ളത് അതുപോലെ എഴുതിയാൽ മതി. ഇനി ഇവിടെ തുടക്കത്തിൽ ദേർ എന്നാണുള്ളത്. പിന്നെ നമ്മൾ സബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്. ഇവിടെ ഉള്ളത് എന്താണ്? ദേർ എന്നാണ് തുടക്കത്തിൽ വന്നിട്ടുള്ളത്, സബ്ജക്റ്റായി വന്നിട്ടുള്ളത്. അപ്പൊ ദേർ എന്നുള്ളതാണ് ഒരു സെന്റൻസിന്റെ ആദ്യത്തിൽ തുടങ്ങുന്നതെങ്കിൽ അവസാനിക്കുന്നതും എന്തായിരിക്കണം? ദേർ എന്ന് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ഈസ് ദേർ എന്നാണ് പറയാ. ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദി വെൽ. ഈസ് ദേർ? ഓക്കെ, അപ്പം സെന്റൻസിന്റെ ആദ്യത്തിൽ ദേർ കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ അവസാനിക്കുന്നത് ഏതായിരിക്കണം? ദേർ ആയിരിക്കണം. ഓക്കെ, അടുത്ത തരം നോക്കൂ. ദർ ആർ ഫ്യൂ സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ്. അല്ലെ, ക്ലാസ്സിൽ കുട്ടികളില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്യൂ സ്റ്റുഡൻസ്, കുട്ടികളില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മുടെ ഓക്സിലറി വെർബായ ആർ നമ്മൾ എടുത്ത് എഴുതി. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്ത് കൊടുക്കണം? ഈ സെന്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ എന്ന് കൊടുക്കണം. ഫ്യൂ എന്ന് വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഈ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പോൾ അതിനെ പോസിറ്റീവ് ആക്കണം. പോസിറ്റീവ് ഒക്കെ ഒന്നും ചെയ്യേണ്ട, നേരെ ആർ എന്ന് എഴുതിയാൽ മതി. പിന്നെ സബ്ജക്റ്റ് കൊടുക്കണം. ഇവിടെ ഇത് സബ്ജക്റ്റ് തുടങ്ങിയിരിക്കുന്നത് ആർ കൊണ്ടാണ്. ദേർ എന്നത് കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ദേർ എന്നുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞു അത് അവസാനിക്കുന്നതും ഏതിലായിരിക്കും? ദേറിലായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദേർ എന്ന് അതുപോലെ കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്താണ്? ദർ ആർ ഫ്യൂ സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ്. ആർ ദേ? ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ നാലാമത്തെ റൂള് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത നിയമമാണ്. നമ്മുടെ അഞ്ചാമത്തെ നിയമം എന്ന് പറയുന്നത് എ ലിറ്റിൽ എ ഫ്യൂ എന്നിവ ഒരു സെന്റൻസിൽ ഉണ്ടായാൽ ആ സെന്റൻസ് എന്തായിരിക്കും? പോസിറ്റീവ് സെന്റൻസ് ആയിരിക്കും. ആ സെന്റൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതായത് ആ ഓക്സിലറി വെർബ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഉദാഹരണം ശ്രദ്ധിക്കാം. ദർ ആർ എ ഫ്യൂ സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ്. അല്ലെ, ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ട് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടാഗ് നമുക്ക് എഴുതണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഓക്സിലറി വെർബായ ആർ നമ്മൾ പുറത്തേക്ക് എഴുതി, ആർ എന്ന് പുറത്തേക്ക് എടുത്ത് എഴുതി. ഇനി നമ്മൾ ഈ സെന്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ നോക്കണം. അതായത് എ ഫ്യൂ എന്നുള്ളതാണ്. എ ഫ്യൂ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്? പോസിറ്റീവാണ്. പോസിറ്റീവ് സെന്റൻസ് ആണ്. പോസിറ്റീവ് ആയാൽ നമ്മൾ അതിനെന്താക്കണം? നെഗറ്റീവ് ആക്കണം. അപ്പോൾ നോട്ട് ചേർത്ത് കൊടുക്കുക. നോട്ട്. ഇനി പിന്നെ ഇവിടെ തുടക്കത്തിൽ എന്താണ്? ദേർ എന്നുള്ളതാണ് അവിടെ തുടക്കത്തിൽ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദേറിൽ തുടങ്ങിയാൽ അവസാനിക്കുന്നതും ദേറിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ദേർ എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെ വരും? ആർ നോട്ട് ദേർ, അതായത് ആറിൻ്റെ ദേർ എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇതിനടുത്ത് നോക്കൂ. ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദി ഗ്ലാസ്. ഗ്ലാസ്സിൽ എന്തുണ്ട്? കുറച്ച് വെള്ളം ഉണ്ട് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഓക്സിലറി വെർബ് നമ്മൾ എടുത്തെഴുതി, ഈസ് എന്ന് എടുത്തെഴുതി. ഇനി ഈ സെന്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ നോക്കണം. ഈ സെന്റൻസ് എന്താണ്? ഈ സെന്റൻസ് തീർച്ചയായിട്ടും എന്താണ്? പോസിറ്റീവാണ്. എ ലിറ്റിൽ എന്നാണ് വന്നത്. എ ലിറ്റിൽ നിന്ന് കഴിഞ്ഞാൽ അത് പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് അതിന് എന്താക്കണം? നെഗറ്റീവ് ആക്കാൻ എന്ത് ചെയ്യുക? നേരെ നോട്ട് എന്ന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഈസ് നോട്ട് എന്ന് വന്നു. ഇനി തുടക്കത്തിൽ ദേർ എന്നുള്ളതാണ്, അത് അതുപോലെ കൊടുക്കുക, ദേർ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെ വരിക? ഈസ് നോട്ട് ദേർ അല്ലെങ്കിൽ ഈസിൻ്റെ ദേർ എന്ന് വരും. ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദി ഗ്ലാസ് ഈസ്
ഈസിൻ്റെ ദർ എന്നാണ് വരിക. ഓക്കെ, ഇതിനടുത്ത് നോക്കൂ, ലിറ്റിൽ മണി ഈസ് ഹിയർ. ലിറ്റിൽ മണി ഈസ് ഹിയർ, ഇവിടെ ഒരു പൈസയും ഇല്ല എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഓക്സിലറി വെർബിനെ എടുക്കാം. ഈസ് എന്നുള്ള ഓക്സിലറി വെർബ് നമ്മൾ എടുത്തു. ഇനി ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ ഈ സെൻറ്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ നോക്കണം. ഈ സെൻറ്റൻസ് എന്താണ്? നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. കാരണം ലിറ്റിൽ എന്നാണ് വന്നത്. ലിറ്റിൽ എന്ന് വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ്. ലിറ്റിൽ ആണെങ്കിൽ എന്ത് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടെ ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഈ സെൻറ്റൻസിന് പോസിറ്റീവ് വെക്കണം. പോസിറ്റീവ് ഒക്കെ ഒന്നും ചെയ്യേണ്ട. ഈസ് എന്നുള്ളത് അതുപോലെ എഴുതി കൊടുത്താൽ എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, ദെൻ ഇനി ലിറ്റിൽ എന്നതാണ് ഇവിടെ തുടക്കത്തിൽ. ലിറ്റിൽ എന്നതുകൊണ്ട് തുടങ്ങി നമ്മൾ അവസാനിപ്പിക്കേണ്ടത് ഇറ്റ് എന്നുള്ള പിന്നെ വേർഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇറ്റ് എന്നുള്ള പിന്നെ വേർഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ഈസ് ഇറ്റ് എന്ന് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ലിറ്റിൽ മണി ഈസ് ഹിയർ, ഈസ് ഇറ്റ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ. അപ്പം ലിറ്റിൽ അതുപോലെ ലിറ്റിലേക്ക് വന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇറ്റാണ് ഉപയോഗിക്കേണ്ടത്, അവസാനം ഉപയോഗിക്കേണ്ടത്. ദെൻ അടുത്ത് നോക്കൂ, എ ഫ്യൂ സ്റ്റുഡൻസ് ഹാവ് പാസ്ഡ് ദ എക്സാം എന്നാണ് കേട്ടോ. എ ഫ്യൂ സ്റ്റുഡൻസ് ഹാവ് പാസ്ഡ് ദ എക്സാം എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ എ ഫ്യൂ സ്റ്റുഡൻസ് എന്നാണ് ഇവിടെ വന്ന് കഴിഞ്ഞത്. ശ്രദ്ധിക്കും. അപ്പം ഈ സെൻറ്റൻസ് ആദ്യം നമ്മൾ ഓക്സിലറി വെർബ് എടുക്കാൻ നമുക്ക് ഹാവ് എന്നുള്ള ഓക്സിലറി വെർബ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഈ സെൻറ്റൻസ് എ ഫ്യൂ സ്റ്റുഡൻസ് എന്നാണ് വന്നത്. സെൻറ്റൻസ് എന്താണ്? പോസിറ്റീവാണ്. എ ഫ്യൂ എന്നാണ് വന്നത്. പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിന് നെഗറ്റീവ് ആക്കണം. അപ്പോൾ നോട്ട് എന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്താണ് അപ്പോൾ എങ്ങനെ വരും? ഹാവ് നോട്ട് എന്ന് വരും. ശേഷം ഫ്യൂ, എ ഫ്യൂ എന്നുള്ളതാണ് ഇത് തുടങ്ങുന്നത്. ഫ്യൂ അതുപോലെ എ ഫ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കേണ്ടത് ദേ എന്നുള്ളതിലാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. ദേ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ദേ എന്നാണ്. അപ്പം ഹാവ് നോട്ട് ദേ അല്ലെങ്കിൽ ഹാവിൻ്റെ ദേ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിറ്റിലും ഫ്യൂമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി പറയുന്നത് ഏറ്റവും ഇതിൽ തന്നെ അവസാനത്തെ നിയമം ഇനി മറ്റുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷനിലെ അവസാനത്തെ നിയമമാണ് വളരെ ഇമ്പോർട്ടൻ്റ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ലെറ്റസ് വാക്ക് നൗ. നമുക്കിപ്പോൾ നടക്കാമെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? ശ്രദ്ധിക്കുക, ഈ ലെറ്റസ് ഉപയോഗിച്ച് കൊണ്ടാണ് സെൻറ്റൻസ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട. പോസിറ്റീവോ നെഗറ്റീവോ ആണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ടാഗ് എന്തായിരിക്കും? ഷാൾ വി എന്നായിരിക്കും. എന്തായിരിക്കും? ഷാൾ വി. ഓക്കെ, ഷാൾ വി. ലെറ്റസ് വാക്ക് നൗ, ഷാൾ വി. ദെൻ അടുത്ത് നോക്കൂ, ലെറ്റസ് റൈറ്റ് നൗ, ഷാൾ വി. ദെൻ ലെറ്റസ് സിംഗ്, ഷാൾ വി. ഓക്കെ, അപ്പം ലെറ്റസ് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടാണ് സെൻറ്റൻസ് വരുന്നതെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഒന്നും നോക്കണ്ട. നേരെ നമുക്ക് ടാഗ് കൊടുക്കാം. എന്ത്? ഷാൾ വി എന്ന് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇനി അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ബാക്കി ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിൽ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നേരിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക്സ്.